ഹലോ! ഇന്ന് വിഷുവിൻ്റെ പിറ്റേന്നാണ് കേട്ടോ. വീട്ടിലെല്ലാവരും കൂടിയിട്ടുള്ള സമയമാണ്. എൻ്റെ വലിയ ചേച്ചി മാത്രമേ ഉള്ളൂ ഇല്ലാത്ത. അവൾക്ക് ലീവ് കിട്ടിയില്ല. അപ്പം നമ്മളൊരു കുട്ടി ബിരിയാണി, ചിക്കൻ ബിരിയാണിയും ബീഫും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ചേച്ചിയുടെ മോനും രാവിലെ തന്നെ റോട്ടിലിറങ്ങി കേട്ടോ. എല്ലാം നമ്മൾ തന്നെ ചെയ്യണം. എന്താ ചെയ്യാം? അങ്ങനെ നമ്മൾ സാധനമൊക്കെ വാങ്ങി വീട്ടിൽ വന്നപ്പോൾ ബിരിയാണിയുടെ പ്രിപ്പറേഷൻസൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ രണ്ടാമത്തെ ചേച്ചിയാണ് മുൻകൈ എടുത്ത് ചെയ്യുന്നത്. തിന്നാൻ പറ്റുമെന്ന് തമ്പുരാനറിയാം. ബീഫിൻ്റെ ചുമതല എൻ്റെ ചെറിയ ചേച്ചി അങ്ങോട്ട് ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഭാഗം നോക്കണ്ട. ഇഞ്ചി ചതക്കലും ഉള്ളി ചതക്കലൊക്കെ ആയിട്ട് ഞാനും കുറേ ഹെൽപ്പ് ചെയ്ത് കൊടുത്തിട്ടോ. വീഡിയോ എടുക്കൽ മാത്രമാണ് എൻ്റെ പണി, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ വളരെ വളരെ നന്നായിട്ട് പണിയെടുത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മസാല ഒക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല സ്മെല്ലും കാര്യങ്ങളൊക്കെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഉടനെ തന്നെ നമ്മുടെ ചിക്കൻ ബിരിയാണി നമുക്ക് കഴിക്കാം. അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. കുറച്ച് അലങ്കാരപ്പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആദ്യം നമ്മൾ കുട്ടികൾക്കാണ് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞിട്ട് നമ്മളെല്ലാവരും കഴിച്ചു കേട്ടോ. അങ്ങനെ വീട്ടിൽ പോസ്റ്റ് അടിച്ചിരുന്ന സമയത്താണ് എവിടെയെങ്കിലും പോയാലോ എന്ന് വിചാരിച്ചത്. അപ്പോൾ ആദ്യം നമ്മൾ സിനിമയ്ക്ക് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ പ്ലാൻ ചേഞ്ച് ചെയ്തു. നമ്മൾ മലപ്പുറം കോട്ടയ്ക്കൊന്നൊക്കെ പോകാമെന്ന് വിചാരിച്ചു. കാരണം സീറ്റെല്ലാം ബുക്കഡ് ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് പോവല്ലാതെ നിവർത്തിയില്ലായിരുന്നു. അങ്ങനെ എല്ലാത്തിനും പെറുക്കിയെടുത്ത് വണ്ടിയിലിട്ടു നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു. നമ്മൾ വിഷു പെരുന്നാൾ ആ ഒരു ടൈമാണല്ലോ. അപ്പോൾ കൂടുതലും ഫാമിലീസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ ഇരിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലം തപ്പി നടന്നു. ഒന്നും കിട്ടിയില്ല. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തും ഫോട്ടോ എടുക്കലും വീഡിയോസൊക്കെ ആയിട്ട് നമ്മളെ സമയം കുറേ പോയി. അതിനിടയ്ക്ക് നമ്മൾ പൊക്കവട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി പൊക്കവട കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മൾ എന്ത് ചെയ്തു, കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. നമ്മൾ വീണ്ടും നടന്നു. അവിടെ മിറാക്കിൾ ഗാർഡൻ ഉണ്ട്, കയറിയില്ല, പുറത്തുനിന്ന് കണ്ട് ആസ്വദിച്ച് നമ്മൾ വീണ്ടും നടന്നു. നടന്ന് നമുക്ക് വിശക്കാൻ തുടങ്ങി. അപ്പോൾ വീട്ടിൽ നിന്ന് കെട്ടുപെറുക്കി കൊണ്ടുപോയ ബിരിയാണി കെട്ടഴിച്ച് നമ്മളെല്ലാവരും സാപ്പിടാൻ തുടങ്ങി. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം സമയം ഒരുപാടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ടാറ്റാ.